എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണി. നമ്മുടെ നാടൻ രീതിയിൽ ബാച്ചിലേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയ ടൈപ്പ് ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഈ കൂട്ടുകൾ നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്കായിട്ട് ഒരു ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞിടാനുണ്ട്. ഈ ചെറുനാരങ്ങ നമുക്ക് പേടിക്കേണ്ട, ഇത് നമ്മളെ നാട്ടിലത്തെ ചെറുനാരങ്ങ തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ആസാമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ചെറുനാരങ്ങ ഇത്ര 3 വലിയ ചെറുനാരങ്ങ. ഇത് പിഴിഞ്ഞ് നമുക്ക് ഇതിലേക്കണം. 1 ടേബിൾ സ്പൂണാണ് നമ്മൾ ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ അത് നാരങ്ങ നമ്മൾ ഒഴിച്ചിട്ട് മൊത്തം മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ 4 ബാച്ചിലേഴ്സാണ് ഇവിടെ ഉള്ളത് ആസാമിൽ. ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ഉണ്ടാക്കാനൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ എൻ്റെ ഒരു അമ്മായിയോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ റെസിപ്പിയൊക്കെ പുള്ളിക്കാരി നല്ലൊരു കുക്കാണ്. പുള്ളിക്കാരിയോട് ചോദിച്ചിട്ടാണ്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞുതരും ഇങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഞങ്ങളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് ഇത് ലോകം മൊത്തം എല്ലാവർക്കും കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഉപ്പ് വേണം. ഉപ്പ് നമുക്ക് പാകത്തിന് ഉപ്പ് ആണ് എടുക്കേണ്ടത്. ഇപ്പം ഞങ്ങൾ പാകത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കഴുകിയിട്ട് ഞങ്ങൾ എടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് അരമണിക്കൂർ ഒരു ഭാഗത്ത് അനങ്ങാണ്ട് വയ്ക്കണം. അങ്ങനെയാണ് അമ്മായിനോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഫോളോ ചെയ്യാം. അടുത്തത് നമുക്ക് നമ്മുടെ റൈസ് നന്നായിട്ട് വൃത്തിയാക്കണം. ഞങ്ങൾ കൂടുതൽ എടുത്തുള്ളത് ബസ്മതി റൈസാണ്. ബസ്മതി റൈസ് ഞങ്ങൾ 4 പേരിനോടുള്ളത്. 4 പേർക്ക് ഞങ്ങൾ എടുത്തുള്ളത് 3 കപ്പാണ് എടുത്തുള്ളത്. 3 കപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ സംഭവമില്ലേ, അതിന് 3 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് വേറെ കൺഫ്യൂഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇതിലിങ്ങനെ ഇട്ടിട്ട് പോലെ വൃത്തിയാക്കണം. ഓക്കെ, അതൊക്കെ എല്ലാവരും നല്ല വൃത്തിയായിട്ടൊക്കെ ചെയ്യണം. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് പോകുന്നു. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക. പാകത്തിന് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് നമ്മൾക്ക് ഈ പറഞ്ഞ ഇതിലെന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും നോക്കുന്നില്ലേ, മറ്റേ ഗ്രാമ്പു, കരയാമ്പു, ഏലക്കായ, ഈ സാധനങ്ങളൊക്കെ ആണുള്ളത്. ഇതൊക്കെ നമുക്ക് ഇടണം. എന്നിട്ട് നല്ലപോലെ ഇളക്കി വൃത്തിയാക്കണം. നല്ലൊരു മണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണമെന്ന് എൻ്റെ അമ്മായി പറഞ്ഞത്. നമുക്കതുപോലെ തന്നെ ഫോളോ ചെയ്യാം. ഇനി അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരി ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ അമ്മായി പറഞ്ഞ കണക്ക് പ്രകാരം 3 കപ്പ് അരിക്ക്, അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന് പറഞ്ഞത്. ഇതുപോലത്തെ 3 കപ്പ് അരിയാണ് ഞാൻ എടുത്തത്. 3 കപ്പാണെങ്കിൽ പ്രൊപ്പോർഷനിൽ എന്തായിരിക്കും 4.5 കപ്പ് അരി. ഓക്കെ, 4.5 കപ്പ് ഞാൻ ഒഴിക്കാൻ പറ്റില്ല. അല്ല, ഇങ്ങനത്തെ ഒരു ഐറ്റം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലേ അത് വളരെയധികം പ്രയോജനം ആയിരിക്കും നമ്മൾ ബാച്ചിലേഴ്സിനെ സംബന്ധിച്ച്. അപ്പോൾ ഇത്രയും ആരായില്ലേ സംസാരിക്കുന്നില്ല, ഞാനത് വിട്ടു. അതുപോലെ 4 കപ്പ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 4 ആരുടെയും കൂടി ഉണ്ട്. അത് തന്നെ കൂടുതലുണ്ടാകുമ്പോൾ വേണ്ടിയിട്ട് വന്ന് 4.5 കപ്പും കൂടി ഒഴിച്ചിട്ടുണ്ട് ഞാൻ. കുഴപ്പമില്ല, നമ്മൾ ബാച്ചിലേഴ്സില്ലേ. ഓക്കെ, അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് തിളക്കണം. ഈ വെള്ളം 4.5 കപ്പ് വെള്ളം ഒഴിച്ചല്ലോ, അത് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നമ്മളുടെ അരി ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമ്മളുടെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ട്, ഇപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്മായി പറഞ്ഞത് 1 ടേബിൾ സ്പൂൺ ടീസ്പൂണാട്ടോ. ടീസ്പൂൺ രണ്ടും വ്യത്യാസമുണ്ട്. നമ്മൾ ബാച്ചിലേഴ്സിനത് അറിയില്ല. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് പ്രത്യേകം എടുത്ത് പറയുന്നത്. 1 ടീസ്പൂൺ ഈ വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇതിലേക്കിടാം. അപ്പോൾ ഇത് ഭയങ്കര ഉപകാരമുള്ള കാര്യമാണ്. അതിന് ശേഷം നമ്മൾ ലേശം ഉപ്പ്, പാകത്തിന് ഉപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. അല്ല, അപ്പോൾ ആ അളവൊക്കെ നിങ്ങൾക്ക് പറ്റണ പോലെ തന്നെ ചെയ്യാം.
അതിനുശേഷം നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള റൈസ് പതിയെ കൊട്ടാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയ മണക്ക് വരുന്നിട്ടോ മൂടിക്കുക. ഇപ്പം നമ്മളുടെ ആവി ഇതിൽ കൂടെ വരുന്നുണ്ട്. നമ്മൾ വീഡിയോയിൽ നമുക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ ആവി വരണ്ട നോക്കാം. വന്നു കഴിഞ്ഞാൽ സാധനം വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആ ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ. ഇപ്പം നമ്മളുടെ വിസിൽ ഒരെണ്ണം അടിച്ചിട്ടാണ്. അപ്പോൾ ഇത് കുറച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് 500 ഞാൻ ഇട്ടുള്ളത്. ഇപ്പം നമ്മൾ ബാച്ചിലേഴ്സിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അരിയുടെ വേവ് എപ്പോഴാവാതൊന്നും നമുക്ക് വലിയ പിടുത്തൊന്നും ഉണ്ടാവില്ല. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ തുറന്നിട്ട് ടയറങ്ങൾ കളയാം. എന്നിട്ട് പതിയെ അത് തുറന്ന് വെച്ചിട്ട് അതിൻ്റെ അരിയുടെ വേവ് നമുക്ക് നോക്കിയിട്ട് പാകമായെങ്കിൽ നമുക്ക് എടുക്കാം. ഇല്ലെങ്കിൽ വീണ്ടും നമുക്ക് കുറച്ച് നേരം കൂടി കുക്ക് ചെയ്യാവുന്നതാണ്. അതാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്ന രീതി. അതാണ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. എല്ലാവരും കണ്ടില്ല ഗൈസ്, നല്ല രീതിയിൽ ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട്. കയ്യൊന്നും പൊള്ളി, ഇതൊക്കെ എല്ലാവരും സൂക്ഷിക്കണം. അപ്പോൾ എടുത്ത് നോക്കി നോക്കാം. കണ്ട നല്ല പോലെ സംഭവം നമ്മുടെ എൻ്റെ അമ്മായി പറഞ്ഞ പോലെ റൈസ് സെറ്റായ സ്ഥിതിക്ക് നമുക്കത് അടച്ചു വയ്ക്കാം. അല്ലെങ്കിൽ അത് ആ ചൂടൊക്കെ പോകും. നമുക്ക് നല്ല ചൂടോടുകൂടി കഴിക്കണ്ടേ. ബിരിയാണി റൈസ് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾക്ക് ചിക്കൻ സെറ്റാക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുക്കുന്നത് കേട്ടോ. അല്ല, ഇത് 1 ടേബിൾ സ്പൂൺ, ഇത് 2 ടേബിൾ സ്പൂൺ. ഇങ്ങനത്തെ ഒരു സാധനം എല്ലാ കയ്യിലും ഉണ്ടെങ്കിൽ അത് വളരെ അധികം ഉപകാരപ്രദമായിരിക്കും. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മുടെ ഓയിലത് ചെറുതായിട്ടൊക്കെ ചൂടായി തുടങ്ങി. അതിനുശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ അരിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് പുള്ളിക്കാരി പറഞ്ഞത്. ഒരു മിനിറ്റ് നേരം ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇതിലൊരു 3/4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ വെള്ളം ഞങ്ങൾ നേരത്തെ ചിക്കനിൽ കുറച്ച് ഇറങ്ങിയ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് 3/4 കപ്പോളം വെള്ളം നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇത് വേവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ആഡ് ചെയ്തത്. നല്ലപോലെ ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്തത്. നമുക്കത് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് ടൈമിൽ നമുക്കത് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ടൈമർ സെറ്റ് ചെയ്യുന്നത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വെച്ചിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പീസുകൾ മൊത്തം നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വേറൊരു ഇതിലേക്ക് മാറ്റി വയ്ക്കണം കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ചിക്കൻ്റെ പീസുകളൊക്കെ ഹാഫ് കുക്കഡായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്കൊന്നും കൂടി നല്ല വൃത്തിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഈ കാണുന്ന അതിലുള്ള ചാറുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ ഗ്രേവി മറ്റേ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം ആ ചാറ്. അതിനുശേഷം നമുക്കൊരു 4-5 ടേബിൾ സ്പൂൺ ഓയിലെടുത്തിട്ട് നമ്മളുടെ ആ മാറ്റി വെച്ച ചിക്കൻ നമുക്ക് ഒന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൽ ഉപ്പ് ലേശം കുറവാണ്. ഉപ്പിനെ നമുക്ക് അടുത്തേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. സിമ്മിൽ അടുത്ത് നമ്മൾ അതിലേക്ക് സവാള കുറച്ച് ഇങ്ങനെ നല്ലപോലെ അരിഞ്ഞ സവാള ആണ് ഇടാൻ പോകുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ എടുത്തുള്ളത് ഒരു 1/2 സവാളയാണ് എടുത്തുള്ളത്. ഇതുപോലെ നീളത്തിലുള്ള നല്ല 1/2 സവാളയാണ് എടുക്കുന്നത്. നമ്മളെന്തിനാണെന്ന് വെച്ചാൽ ചിക്കൻ നമ്മുടെ ബിരിയാണിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സവാളയാണ്.
നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ചെറിയൊരു ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നിർത്തിയിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തനിയെ ഒന്നും കൂടി നല്ല ബ്രൗൺ ആയിട്ട് കിട്ടും. ഓക്കെ, ഇങ്ങനെ പൂച്ചകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അടച്ചു വയ്ക്കുക. ഇനി അടുത്തത് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ അരിഞ്ഞിടാം. അതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവാള ഇടാം. 3 സവാളയാണ് നമ്മൾ ഇതിലേക്ക് അതിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. 3 സവാള മൊത്തത്തിലിടാം. സവാള അധികം കൂടിയാൽ മറ്റേ മധുരം കൂടും, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അധികം വേണ്ട, സവാള പാകത്തിന് മതി. 3 സവാളയാണ് പറഞ്ഞത്. അതിനുശേഷം കുറച്ച് ഒരു 2.5 മുളക് മതി. നല്ലപോലെ ഇങ്ങനെ നിറച്ചെടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് കുറച്ച് ലേശം പഞ്ചസാര വിതറിടാം. അത് നമുക്ക് ബിരിയാണിയിലേക്ക് ഇടാനായിട്ടുള്ള ഒരു ഇതാണ്. നല്ലൊരു രുചി കിട്ടുന്നതാണ് പുള്ളിക്കാരി പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മാറി ചെറിയൊരു ബ്രൗൺ പോലെയൊക്കെ ആയി വരുന്നുണ്ട്. ആ ഒരു കളറ് ആയി വന്നാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതിൽ ഞങ്ങൾ ഇട്ടുള്ളത് ഒരു മൊത്തം വെളുത്തുള്ളിയും പിന്നെ 1.5 ഇഞ്ചും ചെറുതായിട്ട് ആക്കിയിട്ട് മിക്സിയിലിട്ട് അടിച്ചു. ആണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടത്. അത് നമ്മൾ കുട്ടാം. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ തക്കാളി അതിലേക്ക് ഇടാൻ പോകും. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടത് നല്ല മണം ഉണ്ട് കിട്ടാം. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മനസ്സിനൊക്കെ ഭയങ്കര ഒരു കുളിർമ കിട്ടും. നമ്മൾ ഉണ്ടാക്കണ കരിക്ക് ഇത്ര നല്ല മണ്ണൊക്കെ വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇട്ട തക്കാളി 2 തക്കാളി ചെറുതാക്കിയായിട്ട് അരിഞ്ഞിട്ടാണ് 2 തക്കാളി ഇട്ടിട്ടുണ്ട്. നമ്മൾ ശകലം ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മളത് ആഡ് ചെയ്യുന്നത്, കുറച്ച്. ഓക്കെ, അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. നല്ലപോലെ മിക്സ് ചെയ്യും. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ ഇട്ടതിന് ശേഷം ഒരു 5-6 മിനിറ്റ് നമ്മൾക്ക് ഇത് അടച്ചു വെച്ച് കഴിക്കാം. ഇത്ര കാര്യങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് പിടിക്കാനൊക്കെ വെച്ച് ഒരു 5-6 മിനിറ്റ് ഇട്ടത്. പിന്നെ ഒരു പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. പച്ചമണം വെച്ചാൽ മറ്റേ ആ വെളുത്തുള്ളിയുടെ മണമൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ അതിനുശേഷം നമ്മൾ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും 3 കാര്യങ്ങൾ. പിന്നെ ഒരു ചെറുനാരങ്ങ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമ്മളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം കേട്ടോ. അത് ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. ഭയങ്കര ലോ ഫ്ലെയിമിലായാലും അത്ര നല്ലത്, അല്ലെങ്കിൽ അടി പിടിക്കുന്നെന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ചെറുനാരങ്ങ ഇതിലേക്ക് വെളിയിടാം. അപ്പോൾ നമ്മൾ ചെറുനാരങ്ങയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എല്ലാം കൂടി നല്ലപോലെ ഒരു 1 മിനിറ്റ് നേരത്തേക്ക് ഇളക്കി കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചിരുന്നല്ലോ, ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച ടൈമിലേ അപ്പോൾ ചിക്കനിലുള്ള മെയിനായിട്ടുള്ള പ്രോട്ടീനും കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അത് നമ്മൾ കളയരുത്. അത് ഇതിലേക്കപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നു. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി, 1/4 അല്ലെങ്കിൽ 3/4 കപ്പ് വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്യാനാണ്. അപ്പോൾ ഞാനൊരു 3/4 കപ്പ് വെള്ളം എടുത്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. കൊട്ട നല്ലപോലെ ഇളക്കി കൊടുക്കട്ടെ. ചിക്കൻ 1.5 ടീസ്പൂൺ ഗരം മസാലയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് കൊട്ടാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ ഇളക്കണേലിൻ്റെ കാര്യം നല്ലോണം ഇളക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് കുറയാണ്. നിനക്ക് ഉണ്ടാവണ്ട, വീക്ഷിക്കണം. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കഴിഞ്ഞല്ലോ. അതിന് ശേഷം നമ്മൾ
ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇത് അടച്ച് വയ്ക്കുക. നന്നായിട്ടൊന്ന് കുക്കാവണം, എല്ലാ മസാലയും കാര്യങ്ങളൊക്കെ ഇത് പിടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അത് അവിടെ വിട്ടേക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് ബിരിയാണി സെർവ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്ത് വെച്ച പഞ്ചസാരയിലൊക്കെ ഇട്ട് ഇത് കുറച്ച് നമുക്കിതിലിങ്ങനെ പരത്തിയിടാം. അതിനുശേഷം നമ്മുടെ ബിരിയാണി റൈസ് നമ്മൾ എടുക്കാം. ഇത് തുറന്നു വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് സെർവ് ചെയ്യാം. നന്നായി എല്ലാം ഇളക്കിയിട്ട് നമുക്കിതിലിടാം. ഇത് മഞ്ഞ കളർ വേണമെന്നുള്ളൊരു മഞ്ഞപ്പൊടി ഇട്ടാലും മഞ്ഞ കളർ കിട്ടും. ഞങ്ങൾക്കിപ്പോൾ അത് വേണ്ടെന്നുള്ള കാരണത്തിന് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. നല്ലപോലെ ഇതാക്കിയിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ കൊട്ട ഇത് ചിലവളുടെ റെഡിയാവും. സൂപ്പർ. ബിരിയാണി റൈസ് നമ്മളിവിടെ സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിത് ചിക്കൻ കറിയും കൂടി നമ്മൾ സൈഡിലൂടെ ഇട്ട് കൊടുക്കാണ്. ഇതാണ് നമ്മുടെ ചിക്കൻ കറി. ബാച്ചിലേഴ്സ് ഉണ്ടാക്കുന്ന ചിക്കൻ കറി എന്ന് പ്രത്യേകം പറയുന്നു. ഇതുപോലെ ഒറ്റപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്ന ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളോട് പറയുക. കമൻറ്റ് ബോക്സിൽ അതൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണു. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇനി അടുത്ത ഡിഷായിട്ട് അടുത്ത ഐറ്റംസായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. ഓരോരുത്തരോട് ഇങ്ങനെ ചോദിച്ച് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നതായിരിക്കും. അപ്പം അത്